സഹൃദയരെ, കലാസ്നേഹികളെ, ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു നോ മേക്കിംഗ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ നോ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം കുട്ടിപ്പിശാശാണ്. ഈ കുട്ടിപ്പിശാശൻ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു കുട്ടിക്കഥ പറഞ്ഞാലോ, അല്ലേ? തൻ്റേതല്ലാത്ത കാരണത്താൽ, അതായത് നിങ്ങളാരെങ്കിലും ലൈക്കോ ഷെയറോ ചെയ്ത് വൈറലായി പോകുമെന്ന പേടി കാരണം മുഖം കാണിക്കാതിരിക്കുന്ന ഈ അന്തർമുഖനായ യുവാവിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കഥ പറയുന്നത്. കഥയായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കാം. ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രം. അഥവാ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായിട്ട് ഈ കഥയ്ക്ക് എന്തെങ്കിലും ബന്ധം തോന്നുവാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇപ്പം ഈ കഥ പറയാനൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ കഥ നടക്കുന്നതും ഒരു ക്രിസ്മസ് കാലത്താണ്, ഒരു ഡിസംബർ മാസത്തിൽ. കുട്ടികളും മുതിർന്നവരും ഇതിന് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെ ഭയങ്കര ആവേശത്തിലാണ്. കരോളിന് പോവാനും മുറ്റത്ത് നക്ഷത്രം തൂക്കാനും പുൽക്കൂടുണ്ടാക്കാനൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങ് ബിസിയായി നടക്കുകയാണ്. പക്ഷെ നമ്മുടെ കഥ നടക്കുന്നത് ഈ തിരക്കുന്നൊക്കെ മാറി ഇതൊന്നും ബാധിക്കാത്ത നമ്മുടെ അറുബോറൻ നായകൻ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു വീട്ടിലാണ്. ഒരാൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ കഥയിലെ നായകനല്ലേ അയാൾ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് തന്നെ പറയുള്ളൂ. അങ്ങനെ ഒരു മുരട്ട സ്വഭാവം. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല, ഒറ്റ മനുഷ്യന്മാരോട് സംസാരിക്കില്ല, നാട്ടിലൊരാൾക്ക് അയാളുടെ പേര് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ ഒരു നായകൻ. ഈ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. അതായത് നമ്മുടെ സാധാരണ നായക സങ്കല്പങ്ങളൊന്നും ഇയാൾക്കങ്ങ് ചേരില്ല. പ്രായം ഒരു 30-40 ഇടക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അയാളുടെ ലുക്കും നടപ്പും ഭാവവും ഒന്നും അതിനങ്ങോട്ട് ചേരില്ല. ഒരു ചക്ക മൂക്കും വലിയ കൊമ്പം മീശയും പിന്നെ കണ്ണ് വരെ മൂടി നിൽക്കുന്ന ഒരു വട്ട തൊപ്പിയുണ്ട് ആൾക്ക്. ഈ തൊപ്പിയും വെച്ചാണ് ആൾ പുറത്ത് സവാരിക്ക് ഇറങ്ങുന്നത്. അതിട്ട് കഴിഞ്ഞാൽ ആൾക്ക് കണ്ണ് കാണുമെന്ന് തന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ ആൾക്ക് കണ്ണുണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. ചെറുപ്പത്തിൽ മുടിയൊക്കെ കൊഴിഞ്ഞ് മൊട്ടത്തല ആയതുകൊണ്ട് തൊപ്പി വെച്ചതാണെന്ന് നാട്ടുകാർ പറയുന്നു. അതല്ല, ആ വീട്ടിൽ വല്ല മന്ത്രവും തന്ത്രവും ചെപ്പടി വിദ്യകളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. സാധാരണ ഈ സാന്റാക്ലോസും കരോളും പിള്ളേരും ഒന്നും ആ വീട്ടിലേക്ക് പോവാറ് പോലുമില്ല. ഇനി അഥവാ പോയാൽ തന്നെ അയാൾ വാതിൽ പോലും തുറക്കില്ല. ആ നാട്ടിൽ ക്രിസ്മസിന് സ്റ്റാർ പോലും തൂക്കാത്ത ഒരേ ഒരു വീട് അത് മാത്രമായിരിക്കും. പക്ഷേ ഈ ക്രിസ്മസിന് ഒരത്ഭുതമുണ്ടായി. കരോളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന പിള്ളേരാണത് കണ്ടുപിടിച്ചത്. അവർ നോക്കുമ്പോഴേ വീട്ടിൻ്റെ ഉമ്മറത്തൊന്നും എന്തുകൊണ്ടങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്നങ്ങോട്ട് തെളിച്ച് വ്യക്താവണമില്ല, എന്നാൽ ഉള്ളിലേക്ക് കയറി നോക്കാനുള്ള ധൈര്യമില്ല. എന്തായിരിക്കും അത്?